നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. അതിലേക്കായി 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റി മാറ്റി വയ്ക്കുക. ഇനി ഇത് നന്നായി മുരിഞ്ഞതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. വെളുത്തുള്ളിയുടെ അല്ലി 6 എണ്ണവും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണവും ചതച്ചത് ഇതിലേക്ക് ചേർക്കുക. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് 10 സെക്കൻഡ് നേരം പെട്ടെന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് ഇത് നന്നായി ഇളക്കുക. ഇനി നന്നായി വഴണ്ടി വന്നതിന് ശേഷം 2 മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് 5 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ശേഷം മാരിനേറ്റ് ചെയ്തു വെച്ച 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നല്ലോണം മിക്സ് ആയതിനു ശേഷം അരമണിക്കൂർ അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. നന്നായി ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടുതൽ ഇളക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റി ചൂടോടുകൂടി വിളമ്പുക.